ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. പകരം 25 വർഷം പരോളില്ലാതെ തടവ് ശിക്ഷ വിധിച്ചു. രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തത്തിൽ മാറ്റമില്ല. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, എന്തൊക്കെയാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ അപ്പീലിൽ വിധി പറഞ്ഞത്. രണ്ട് പ്രതികളുടെ ശിക്ഷയിന്മേലാണ് വിധി പറഞ്ഞത്. നേരത്തെ ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം സംഭവിച്ചത് 2014 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് രണ്ടുപേരും ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു, ടെക്കികളായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് തടസ്സമായി നിന്നത് ഭർത്താവിന്റെ മാതാവാണ്. ഈ കേസിലാണ് നിനോ മാത്യു അനുശാന്തിക്കൊപ്പം ചേർന്ന് കൊലപാതകം നടത്തിയത്. അനുശാന്തിയുടെ മകൾ 3.5 വയസ്സുകാരിയും സ്വസ്തികയെയും ഒപ്പം ഭർത്താവിന്റെ മാതാവ് ഓമനയെയുമാണ് അന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉച്ചയ്ക്കായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഈ കേസിലാണ് നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിനോ മാത്യുവിന് വധശിക്ഷ നൽകിയതും ഒപ്പം അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം നൽകിയതും. ഇതിൽ അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷ അതേപടി തന്നെ നിലനിർത്തി. അനുശാന്തി നൽകിയ അപ്പീൽ തള്ളുകയും ചെയ്തു. പക്ഷേ ആശ്വാസം ലഭിച്ചത് ഒന്നാം പ്രതി നിനോ മാത്യുവിനാണ്. നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒഴിവാക്കിയിരിക്കുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ ഒപ്പം ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നിനോ മാത്യുവിന് വധശിക്ഷയില്ല. പകരം 25 വർഷം പരോളില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നതാണ്, കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നതാണ് ഈ ഹൈക്കോടതി വിധിയുടെ, ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ അന്തസ്സത്ത. നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ വധശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, മാതൃത്വത്തിന്റെ അത്തരമൊരു അവകാശം, അമ്മയാണ് എന്ന് പറയാനുള്ള അവകാശം പോലും അനുശാന്തിക്കില്ല എന്നൊരു പരാമർശമായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2016 ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുമ്പോൾ നടത്തിയത്. ഏതാണ്ട് 9 വർഷത്തിനിപ്പുറമാണ് ആ വധശിക്ഷ അല്ലെങ്കിൽ ആ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. നിനോ മാത്യുവിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം അതേ രീതിയിൽ തുടരുകയും ചെയ്യും. വധശിക്ഷ നേരത്തെ നിനോ മാത്യുവിന് വധശിക്ഷ നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കിയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്. അതിൽ അമ്മ ഉൾപ്പെടെ കൂട്ടുനിന്നു എന്നുള്ളതാണ് അനുശാന്തിക്കെതിരായിട്ടുള്ള കുറ്റമായി പറയുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണ് എന്ന നിരീക്ഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന വാദമുഖമാണ് അന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അന്ന് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തത്. ഇപ്പോൾ ഒന്നാം പ്രതിക്ക് വധശിക്ഷ ഒഴിവാക്കുമ്പോൾ ഏതെല്ലാം ഗ്രൗണ്ട്സാണ് ഹൈക്കോടതി പരിഗണിച്ചിട്ടുള്ളത്? എന്തെല്ലാം കാരണങ്ങളാണ് അത് വധശിക്ഷ ഒഴിവാക്കുന്നതിനായി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത്? ആ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ സമ്പൂർണ്ണമായി പുറത്തു വരും. കാരണം ഇത് തുറന്ന കോടതിയിൽ ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും ജോൺസൺ ജോണും പ്രസ്താവിച്ചത് ഈ വിധിന്യായത്തിന്റെ ഏറ്റവും അവസാന ഭാഗം മാത്രമാണ്. അതിലാണ് നിനോ മാത്യുവിന്റെ വധശിക്ഷ ഒഴിവാക്കുന്നു എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയത്. പകരം 25 വർഷം തുടർച്ചയായി പരോളില്ലാതെ നിനോ മാത്യു ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് 25 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഈ പരോളിന് പോലും അപേക്ഷിക്കാൻ കഴിയൂ എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രസക്തമായ കാര്യവും. നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിലെ രണ്ടാം പ്രതിയായ അനുശാന്തിക്ക് നൽകിയിരുന്നത് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ്. ആ ഇരട്ട ജീവപര്യന്ത ശിക്ഷ അതേപടി തന്നെ തുടരും. അനുശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതിൽ നേരത്തെ മാതൃത്വത്തിന് തന്നെ അപമാനമാണ് എന്നൊരു നിരീക്ഷണം നടത്തിയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി V ഷിർസി അത്തരമൊരു വിധി പ്രസ്താവന നടത്തിയത്. ആ കാര്യം പക്ഷെ ഹൈക്കോടതി അതേപടി അംഗീകരിച്ചിട്ടില്ല. വധശിക്ഷ ഒഴിവാക്കുകയാണ് ഹൈക്കോടതി നിനോ മാത്യുവിന്റെ കാര്യത്തിൽ ചെയ്തത്. കാരണം വധശിക്ഷ ഒഴിവാക്കുമ്പോൾ അതിന്റെ സമ്പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് വ്യക്തമാക്കുന്നത് ഇത് അപൂർവമായ ഒരു കേസാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിട്ടില്ല എന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ, അതായത് വിചാരണ കോടതി നൽകിയ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒഴിവാക്കിയിരിക്കുന്നു. നിനോ മാത്യുവിന് ആശ്വാസകരമായ ഒരു വിധിന്യായമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 25 വർഷം
വർഷം പരോളില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നതാണ് ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള വിധിന്യായത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് വധശിക്ഷ ഇതിന്മേൽ അനിവാര്യമായ ഒന്നല്ല എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടിയും. അതുകൊണ്ട് തന്നെ നിനോ മാത്യുവിന് ഈ കേസിലെ ഒന്നാം പ്രതിയും ടെക്നോ പാർക്കിലെ ജീവനക്കാരനുമായിരുന്ന നിനോ മാത്യുവിന് വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നതാണ് എന്നതാണ് ഈ കേസിലെ വിധിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഒപ്പം വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.